കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. വേദനകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ കൂടെ നമ്മൾ ഈ ലോകത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമുക്ക് അതിശയകരമായി കൃപകൾ നൽകി ഓരോ ദിവസവും പരിപാലിക്കുന്ന നല്ല നാഥനായ ദൈവം, എപ്പോഴും സ്തുതിക്ക് യോഗ്യനായവൻ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവനെ സ്തുതിക്കുകയും അവൻ ആരാധന കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ തന്നെ നമുക്കറിയാം, ഒരു ആളോട് നമ്മൾ ഇച്ചിരി കൂടുതൽ സ്നേഹിച്ചാൽ അവിടെ ഈർഷ്യ ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മൾ പല കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നതാണ്, ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ, അല്ലെങ്കിൽ അവൻ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രമേ നമുക്കങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ, ഒരുവനെ മാത്രമേ നമുക്കങ്ങനെ സ്നേഹിക്കാൻ. എന്ന് വെച്ചാൽ പൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇത് വരണമെങ്കിൽ, കംപ്ലീഷൻ വരണമെങ്കിൽ ഒരാൾ മാത്രമേ ഉണ്ടാകാവൂ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് ഒരുവൻ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടുപേരെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കത്തില്ല ഒരിക്കലും. അപ്പോൾ ആ വലിയ വെളിപ്പാട് നൽകിയ ദൈവത്തിന് സ്തുതി. ഇന്ന് ഞാൻ എടുക്കാൻ ദൈവം എനിക്ക് തന്ന ചില ഭാഗം ഇച്ചിരി സമയം എടുക്കുമെങ്കിലും അത് വളരെ ആത്മീയമായി ഉപയോഗമാകുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വചനം 2 കൊരിന്ത്യർ 4:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. 2 കൂട്ടത്തെ പറ്റി അല്ലെങ്കിൽ 2 രാജ്യത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. 2 രാജ്യം നമ്മൾ ജീവിക്കുന്ന ഈ നിലവാരത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ള ആ ബോധത്തോടെയാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ ഒരു ആത്മീയ രീതിയിൽ നമ്മൾ വചനത്തിൽ കൂടെ പഠിക്കുവാൻ വേണ്ടി 2 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം ഉപയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് തങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും അറിഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഈ ലോകത്തിലെ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വചനത്തിൽ കാണുന്നു ഒന്ന് ദൈവം, ഒന്ന് ദൈവങ്ങൾ എന്ന പദം. ഈ ദൈവങ്ങൾ എന്ന പദം എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ആണ് സകല ആത്മാവിന്റെ സൃഷ്ടിതാവ്. ഈ ആത്മാക്കളെയാണ് ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം പുത്രന്മാരെ നോക്കിയിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ദൈവങ്ങൾ എന്ന് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഈ ആർ ഗോഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒന്ന് എന്നേക്കും ജീവിക്കുന്ന ദൈവം, ഒന്ന് ചില സമയത്തേക്ക് മാത്രം ജീവിക്കുന്ന ഗോഡ്സ് എന്ന പദം. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? അവര് ആ ദൈവങ്ങളെയാണ് ഈ ലോകത്തിലെ ആൾക്കാർ ആരാധിക്കുന്നത്. അതിന്റെ തലവൻ ആരാണ്? സാത്താൻ. സാത്താനാണ് ആ സൈന്യത്തിന്റെ ലീഡർ. പക്ഷേ ദൈവപുത്രന്മാര് ആണ് ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന്റെ വചനമനുസരിച്ച്, ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയും അതിന് എപ്പോഴും കാംക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം അവരെ നടത്തുവാൻ സർവശക്തനായ ദൈവം യോഗ്യനാണ്. അപ്പോൾ ഈ ദൈവത്തിന് ഒരു രാജ്യമുണ്ടെന്നും ഈ മറ്റേ ഒരു രാജ്യമുണ്ടെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കർത്താവായ യേശു ക്രിസ്തു ആദ്യമേ സ്നാനമേറ്റ് എവിടത്തേക്കാണ് നയിക്കപ്പെട്ടത്? മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു എന്ന് പറയുന്നത്, വിൽഡർനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പം ഒന്നുമില്ലാത്ത സ്ഥലം, ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ സാത്താൻ എന്തുവാണ് കർത്താവിന് ഓഫർ ചെയ്യുന്നത്? ഈ കാണുന്നതെല്ലാം എന്റേതാണ്,
നീ കാണുന്ന മൊത്തം എന്റേതാ, ഞാൻ വേണമെങ്കിൽ നിനക്ക് തരാം. എന്താ ചെയ്യേണ്ടത്? നീ എന്നെ നമസ്കരിക്കും, എന്നെ ആരാധിക്കും. അപ്പോൾ ഈ ലോകത്തെ പ്രതാപവും ഈ ലോകത്തെ പവറും ഈ ലോകത്തെ വെൽത്തും ഈ ലോകത്തെ രാജ്യവും വേണമെങ്കിൽ ആരെ ആരാധിക്കണം? സാത്താനെ. സാത്താനെ ആരാധിക്കുന്നവരാണ് ഇന്ന് ഈ ലോകത്തെ പല വലിയ വലിയ ഭരണകർത്താക്കന്മാർ. അപ്പോൾ നമുക്കറിയാം ഈ 2 രാജ്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇപ്പം നമ്മൾ ലോകം കാണുമ്പോൾ ഒത്തിരി രാജ്യങ്ങൾ നമുക്ക് കാണാമെങ്കിൽ നമ്മൾ 2 രാജ്യങ്ങളെ ആക്ച്വലി ഉള്ളൂ. സാത്താനാണ് പല രാജ്യങ്ങളായിട്ട് ഇവരെ വിഭജിക്കുകയും പല ദേശങ്ങളായിട്ടും പല കൾച്ചറായിട്ടും പല ഭാഷകളായിട്ടും, ഭാഷകൾ ദൈവം തന്നതാണെങ്കിലും ഭാഷകളിലും അവരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയില് ഭാഷയ്ക്ക് വേണ്ടി കിടന്നടിക്കുന്ന ആൾക്കാർ, മതത്തിന് വേണ്ടി കിടന്നടിക്കുന്നത്, പല രീതിയിൽ അവരെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവരുടെ മേളിൽ ഭരണം ഉറപ്പിക്കാൻ നോക്കുന്നത്. ഭരണത്തിന്റെ ആ ഒരു രീതി നമ്മൾ നോക്കുമ്പോൾ റോമിൽ നിന്നാണ് ഈ ഡെമോക്രസി എന്ന ആ കോൺസെപ്റ്റ് പോലും വന്നിരിക്കുന്നത്. ആദ്യം റോമിലായിരുന്നു ഈ സിനേറ്റേഴ്സ് എന്നുള്ള പദമുള്ളത്. എന്നുവെച്ചാൽ ഈ മനുഷ്യരുടെ ഇടയ്ക്ക് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ തെരഞ്ഞെടുക്കുന്ന ആ ആൾക്കാരെ രാജാവിന്റെ ദർബാറിൽ മന്ത്രിമാരാക്കുകയും അവർക്ക് വേണ്ടി രാജാവിന് വേണ്ട പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, പക്ഷെ എന്നാൽ തീരുമാനം രാജാവിൻ്റെതായിരുന്നു. പക്ഷെ അതുപോലെ തന്നെയാണ് ഡെമോക്രസിയിൽ എപ്പോഴും നമ്മൾ ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. ഒരാളാണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിലും നമുക്ക് തോന്നുന്നത് ഇതെല്ലാം മന്ത്രിമാരുണ്ട്, കാര്യങ്ങളുണ്ട്, അതിനകത്ത് പല സജഷൻ ഉണ്ട്. ശരിയാ, സജഷൻ വെച്ചിട്ടൊക്കെ തീരുമാനം എടുക്കും, പക്ഷെ ഒരാൾ തന്നെ ആയിരിക്കും മിക്കവാറും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വളരെ സാധ്യതയുള്ളതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലോകത്തോട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ആ ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, ആ ലോകത്തിൽ തന്നെയാണ് നമ്മൾ പലതരം കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് ശോധനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ദൈവം നടത്തുവാൻ യോഗ്യനാണ്. അപ്പോൾ ഈ രാജ്യം, ദൈവരാജ്യം എന്ന ആ പദവും അതിൻ്റെ ശാശ്വതമായ ഏക രാജാവ് ആരാണെന്നും പിന്നെ ആ രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നതെന്നും അതിലുള്ള ചില പദവികളും അതെങ്ങനെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു എന്നും അതെങ്ങനെ പുതിയ നിയമത്തിലേക്ക് ട്രാൻസ്ഫോം ആയി എന്നും ഉള്ള വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15:24. എന്നാൽ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അപ്പം ഇത് നമ്മുടെ തൃത്തക്കാർ വളരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വെച്ചാൽ രാജ്യം ഒരാളുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ആകും. എന്നാൽ പിന്നെ റെവലേഷനിൽ നമ്മൾ കാണുന്നു പിന്നെ പിതാവാണ് ഭരിക്കുന്നതെന്ന് കാണുന്നു. പിന്നെയും നമ്മൾ കാണുന്നു പിതാവ് ഭരണം പുത്രന് പിന്നെയും കൊടുക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി വരും. ഒരാൾക്ക് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുക. പക്ഷേ എന്തുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വരുന്നത്? പ്രവാചകന്മാർ പറഞ്ഞത് സകലത്തിൽ വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ, അവിടെയാണ് ചെന്ന് എല്ലാം നമുക്ക് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിനകത്തുകൊണ്ട് 10ാമത്തെ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് ഒരു വാക്യം വായിക്കാം. 10ാമത്തെ സങ്കീർത്തനത്തില് 10ാമത്തെ സങ്കീർത്തനം നോക്കിയെടുക്കണം. 10ാമത്തെ സങ്കീർത്തനയ്ക്ക് യഹോവ എന്നേക്കും രാജാവ്. 16 യഹോവ എന്നേക്കും രാജാവാകുന്നു, ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു. അപ്പൊ ദൈവം വെറുതെ ഒരു വാക്ക് പറയുമോ? ദൈവം വെറുതെ ഒരു വാക്ക്, ദൈവം എന്നേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കും തന്നെയാണ്. ദൈവം തന്നെയാണ് ഈ ഇന്നും ഇന്നലെയും എന്നേക്കും എല്ലാം സൃഷ്ടിച്ചവനും. ഈ ദൈവമാണ് എല്ലാത്തിൻ്റെയും സർവത്തിൻ്റെയും ഉത്ഭവമുള്ളവനും എല്ലാത്തിൻ്റെയും അധികാരിയായവനും ആയതുകൊണ്ട് ദൈവം പറയുന്നു യഹോവ തന്നെ എന്നേക്കും രാജാവായിരിക്കുന്നു. പിന്നെ ദൈവം ന്യായം പുത്രന്റെ കൈ കൊടുത്തെന്ന് പറഞ്ഞു.
പക്ഷെ ഇന്ന് നമ്മൾ വായിച്ച വാക്യം എന്തായിരുന്നു? ഒമ്പതാമത്തെ വാക്യത്തിൽ, 9-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവരൊരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അപ്പം യഹോവയാണ് എന്നേക്കും വാഴുന്നവനും, യഹോവ തന്നെയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആ ന്യായം ചെയ്യുന്നവനും. നീതിയോടെ വിധിക്കും. ആരാണ് ലോകത്തെ വിധിക്കാൻ പോകുന്നത്? യഹോവ തന്നെയാണ് വിധിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ആത്മാവിന് തന്നെ വേറെ ഒരു കാര്യം കൊടുത്തു, അല്ലെങ്കിൽ ആ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ അത് വേറെ ആത്മാവല്ല, അത് എന്റെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു എന്ന് വെച്ചാൽ വേറൊരു ആത്മാവല്ല. അപ്പോൾ വിധിപ്പാൻ അധികാരം എന്തുകൊണ്ട് എടുത്തു? എന്തുകൊണ്ട് അങ്ങനെ ഒരു അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആത്മാവിൽ തമ്മിൽ ട്രാൻസ്ഫർ ആകേണ്ട കാരണം വന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പതുക്കെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു രാജാവിന് ജഡ്ജസ് വേണം? ഇപ്പം നമ്മൾ കാണുന്നു, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ കാണുന്നു ഒരു രാഷ്ട്രപതി. ആ രാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരിൽ കൂടെയാണ് ആ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ അതൊരു രാജാവിന്റെ പൊസിഷൻ എന്ന് നമുക്ക് ഏകദേശം പറയാമെങ്കിലും പക്ഷെ അധികാരങ്ങളൊന്നും നമ്മുടെ ഭരണഘടന പ്രകാരം ആ പ്രസിഡന്റിനില്ല. പക്ഷെ പല ദേശത്തും അങ്ങനെയല്ല. ഇപ്പൊ US-ലാണെങ്കിൽ ഒരു തരത്തിലെ അവിടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഉണ്ടെങ്കിലും അവിടെ പ്രസിഡന്റിന് സർവാധികാരങ്ങളുണ്ട്. പ്രസിഡന്റിന് വേണമെങ്കിൽ ആ സിനറ്റിന്റെ തീരുമാനങ്ങളെ ഓവർ റൂൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റൂളാണ് നമ്മൾ ഇവിടെ ബൈബിളിലും കാണുന്നത്. ബേസിക്കലി ദൈവത്തിന്റെ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരിൽ കൂടെ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുമെങ്കിലും തീരുമാനങ്ങളും ആ കാര്യങ്ങളും എല്ലാം എടുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇവരിൽ കൂടെ ആണ്. ഒരേ ആത്മാവിൽ കൂടെയാണ് സകലത്തിലും അധികാരമുള്ളത്. ദൈവം തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്, ദൈവം തന്നെയാണ് ന്യായം ചെയ്യുന്നത്. അപ്പോൾ ഈ ജഡ്ജായിട്ട് കോർട്ടിലിരിക്കുന്ന ആൾ വേറൊരാളാണ്, മനുഷ്യന്റെ കോർട്ട് ഈ സിസ്റ്റമിലെങ്കിലും ദൈവം തന്നെയാണ് നമ്മുടെ സിസ്റ്റമിനകത്ത് ജഡ്ജായിട്ട് ഇരിക്കുന്നത്, വേറൊരാളല്ല. പക്ഷേ നമ്മൾ കാണുന്നു ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ കൊടുത്തു, ഒരു രാജ്യം അവർ കീഴടക്കും എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു. ഈ ലോകത്തിൽ ഒരു മോഡൽ നേഷനായിട്ട് ദൈവം ഇവിടെ ഒരു മോഡൽ നേഷൻ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ദൈവം ചിന്തിക്കുകയും മുൻകൂട്ടി കാണുകയും ആ മോഡൽ നേഷനെ കൊണ്ടുവരുന്ന ഒരു കാരണം നമുക്കുണ്ട്. നമുക്കറിയാം ആ നേഷനെ നമ്മൾ നോക്കണം. ആ നേഷന് പറ്റിയ പ്രശ്നങ്ങളും എന്തുകൊണ്ട് അവർ വീണുപോയി, ദൈവത്തിന്റെ ജനമായിട്ട് ഈ ലോകത്തിൽ അവർ കടന്നു വന്നപ്പോഴും അവർക്ക് വീഴ്ച എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ ജാതികളിൽ പാർക്കുന്നവർ ആ ദേശത്തെ നോക്കണം. ആ ദേശത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ആ വീഴ്ചകൾ നമുക്കും വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പലവിധമായ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഫാമിലീസിനെ പറ്റി പറയുമ്പോൾ ആ മരുഭൂയാത്ര ഒരു 40 വർഷത്തെ യാത്രയൊന്ന് ആലോചിച്ചാൽ മതി. ആ യാത്രയിൽ ജീവിച്ച ഫാമിലീസിന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇവിടെ വളരെ സിസ്റ്റം, വളരെ ഹോസ്പിറ്റല്, സ്കൂള്, ബസ് സ്റ്റോപ്പ് എല്ലാം നോക്കി പല കാര്യങ്ങളും നോക്കി നമ്മൾ ഇവിടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പം അവിടെ ഒരു സിസ്റ്റം ഇല്ലാത്ത ജീവിതത്തിൽ അവർ 40 വർഷം അവിടെ ജീവിച്ചു. അവിടെ അവർ വീണുപോയതും ദൈവം നല്ലതല്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കിട്ടിയപ്പോഴും പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾക്ക് എന്ത് പറ്റുന്നു? നമ്മുടെ വിശ്വാസത്തിന് കുറവ് പറ്റും. അവിടെയാണ് ദൈവം, അതുകൊണ്ടാണ് ആ നേഷനെ ദൈവം കൊണ്ടുവരാൻ കാരണമായി തീർന്നത്. അവിടെ പറയുന്നു 2 പേര് മാത്രമേ ഉള്ളൂ ഈജിപ്തിൽ നിന്ന് നടന്നവര് അവിടെ എത്തിയവര്. ആരൊക്കെയാ? ജോഷുവ കാലേബ്. 2 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ, അവിടുന്ന് തുടങ്ങിയവർ മരുഭൂമിയിൽ നിന്നും ഇതായിപ്പോയി. അവര് അവിടെ തന്നെ മരിച്ചു മണ്ണടിഞ്ഞു. പിന്നെ അവർക്കുണ്ടായ സന്തതികളാണ് പിന്നെ അവരുടെ കൂടെ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ജോയ് പാസ്റ്റർ ഓർമ്മിപ്പിച്ച കാര്യം, ഞാനായാലും ആരായാലും
ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് വചനത്തിൽ നിന്നാണോ എന്നുള്ളത് ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ വചനം അലേർട്ടായിട്ടിരിക്കണം. എന്നിട്ട് വചനം ഞാൻ ഓരോന്ന് പറയുന്നത് നോക്കണം. അത് വീട്ടിലും പോയിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട, പിന്നെയും വായിച്ച് ഞാൻ ശരിയാണോ തെറ്റാണോ പറഞ്ഞതെന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യണം. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സംഖ്യാപുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ ഒരു എക്സാമ്പിൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യാപുസ്തകമല്ല, സോറി, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 17-ാമത്തെ ജഡ്ജസ്. ഒന്നുപോലെ വായിച്ചു. എഫ്രൈം നാട്ടിൽ മീഖാവ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ തന്റെ അമ്മയോട്, നിനക്ക് കളവ് പോയതും നീ ഒരു ശബ്ദം ചെയ്ത് ഞാൻ കേട്ട് പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്, ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു. എന്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവന്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ, ഒത്തുപണിയും വാർപ്പണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകന് വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു, ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി. അത് മീഖാവിന്റെ വീട്ടിലുണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു. അവന്റെ ഒരു ഏഫോദും ഗൃഹബിംബവും ഉണ്ടാക്കിച്ചു. തന്റെ പുത്രന്മാരുടെ ഒരുത്തിനെ കരപൂർണ്ണം കഴിച്ചു. അവൻ അവന്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു വായിച്ചു, കുഴപ്പമില്ല. യഹൂദയിലെ ബെത്ലഹേമിനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ വന്നു പാർത്തവനും അത്രേ. തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബെത്ലഹേം പട്ടണം വിട്ടു പുറപ്പെട്ട് തന്റെ പ്രയാണത്തിൽ എഫ്രൈം മലഞ്ഞിട്ടിൽ മീഖാവിന്റെ വീട് വരെ എത്തി. മീഖാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവൻ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു, തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകുകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മീഖാവ് അവനോട്, നീ എന്നോട് കൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക, ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലേവ്യൻ അകത്ത് ചെന്നു. അവനോട് കൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരുടെ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. മീഖാവ് ലേവ്യനെ കരപൂർണ്ണം കഴിപ്പിച്ചു. യുവാവ് അവന് പുരോഹിതനായി തീർന്നു. മീഖാവിന്റെ വീട്ടിൽ പാർത്തു. ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കാൻ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ലേവി എന്ന് പറയുന്ന ആ ഗോത്രം ദൈവം വേർതിരിച്ചത്, അഹരോന്റെ ആ ഒരു തലമുറയിൽ നിന്ന് ദൈവം വേർതിരിച്ചതാണ്. അപ്പൊ ലേവിക്കുണ്ടായ പുത്രന്മാരിൽ അഹരോൻ ആദ്യത്തെ പുരോഹിതനായി നിയമിക്കപ്പെടുന്നു. കർത്താവ് അവരെ മരുഭൂമിയിൽ നയിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പൗരോഹിത്യം എല്ലാം ആ ഒരു തലമുറയിൽ കൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ എന്തുവാ ഇതിനെ നമ്മൾ ഒരു പാരലായിട്ട് എടുക്കാൻ പറ്റുന്നത്? സെമിനാരിയിൽ നിന്ന് പഠിച്ചു വരുന്നത്. സെമിനാരിയിൽ നിന്നും പഠിച്ചു വരുന്നവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഒരു ഡോക്ടറും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അവന് അറിയാമെന്നാ വിചാരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് അവനൊരു സിസ്റ്റമിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സഭയുണ്ടാക്കി, നമ്മളിപ്പോൾ സഭയ്ക്ക് ഇന്ന് നമുക്ക് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി കാശുമൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂടി നമുക്കൊരു സ്ഥലം മേടിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം. ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം ഭരിക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണം. ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വന്നു കഴിയുമ്പം പറ്റുന്ന എന്തുവാ? ഈ തിയോളജി ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത്. എന്താ വെച്ചാൽ അവർ ഡോക്ടർ വലിയ തിയോളജി ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇവൻ എവിടുന്ന് പഠിച്ചിട്ട് വരുക? ബെത്ലഹേം, അവൻ അവിടുന്ന് സെമിനാരിയിൽ നിന്ന് പഠിച്ചിട്ട് വരിക. അവര് യശീവ എന്നാ പറയുന്നത്, യശീവ സെമിനാരി. അവിടുന്ന് പഠിച്ചിട്ട് വരുന്നവനാകുമ്പം അവനെല്ലാം അറിയാം എന്നുള്ള കാര്യം. പക്ഷെ അവൻ വരുന്ന ഏത് സിസ്റ്റമിലേക്കാണ് വരുന്നത്? ഒരു വിഗ്രഹ ആരാധന, 4 കാശുണ്ടോണ്ട് കുറച്ച് വിഗ്രഹ ആരാധന അവിടെ സ്ഥാപിച്ച ഒരു വീട്ടിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അവൻ നോക്കുമ്പോൾ 4 കാശുണ്ട്, ഇവിടെ നല്ല സുഖത്തെ പുട്ടൊക്കെ അടിച്ച് ഇവിടെ ജീവിതം കഴിക്കാം. അപ്പൊ അവൻ എന്തോ ചെയ്യുന്നത്? അവൻ അവിടുന്ന് പഠിച്ചിട്ട് വന്നതല്ല ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. ഇവൻ ഒരു വിഗ്രഹത്തിന്റെ ആരാധനയും സേവയും ഇവിടെ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് മിക്കവാറും ഉള്ള ഈ ഡോക്ടർമാരും തിയോളജിക്കാരും ഒരു സിസ്റ്റമിലേക്ക്, ഒരു ഓർഗനൈസേഷനിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇവർ ഏശാവിനെ പോലെ ആയിത്തീരും. ഒരു
നേരത്തെ ആഹാരത്തിന് വേണ്ടി അവരവരുടെ അവകാശം വിട്ടുകളയും. അതുകൊണ്ടാണ് വചനത്തിൽ മറ്റേ സ്വർഗരാജ്യത്തെ പറ്റി പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന നായ്ക്കൾക്ക് സ്ഥാനമില്ലെന്ന് പറയുന്നത്. നായ്ക്ക് സ്ഥാനമില്ലെന്ന് പറയുന്ന സ്വർഗരാജ്യത്തിൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? മനുഷ്യന്മാർക്ക് വേണ്ടിയല്ലേ ദൈവരാജ്യം ഉണ്ടാക്കിയത്. പിന്നെ നായെ പറ്റി എന്തിനാ പറയുന്നത്? നായ്ക്ക് ആരാ ആഹാരം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് അവന്റെ യജമാനൻ. അവന് വേറൊരു യജമാനനില്ല. അവൻ ആരാണ് വൈകിട്ട് ആഹാരം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് യജമാനൻ. അപ്പോൾ നായ്ക്കൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ വരുന്നത് ഏത് ഇന്റൻഷനിലാണ് ഇവിടെ കടന്നു വരുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ ഞാനും ഓരോരുത്തരും വളരെ വിജിലന്റ് ആയിട്ടിരിക്കണം. ഒരു സഭയിൽ വന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മുടെ എപ്പോഴും കാതുകൾ തുറന്നിരിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാ, നമ്മളെ തന്നെ ശുദ്ധിയോടെ കാക്കുവാൻ വേണ്ടിയാ എപ്പോഴും, വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ അത് ഒരു മൂപ്പൻ ഇവിടെ ഉണ്ട്, ആ മൂപ്പനെ അറിയിക്കുക. നമ്മൾ നോക്കുക മൂപ്പൻ അങ്ങനെ അതിനു വേണ്ടി ശരിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നോ ഇല്ലയോ എന്ന്. ഇതൊക്കെ എല്ലാം നമ്മൾ വളരെ വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ആ സ്ത്രീയെ പറ്റി പറഞ്ഞ ഞാൻ അവരുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി അവർ തന്നെ പല പ്രശ്നങ്ങളിൽ പോയി ചാടിയതാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ പിന്നെ അവരോട് ഒരു കോണ്ടാക്റ്റും ചെയ്യാൻ പോയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്കറിയാം അവർ പോയി അടി മേടിച്ചത്. അവർ പോയി മറ്റുള്ളവരെ സഭയിലേക്ക് കൊണ്ടുവരികയും അവർ പോയി മറ്റുള്ളവരിൽ നിന്ന് പണി മേടിക്കുകയും അവരുടെ ജീവിതത്തിൽ പല തര പണിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നും അവർ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തുകൊണ്ടാണ്? അവര് നശിച്ചു പോകാൻ വേണ്ടി അവരുടെ കണ്ണുകളെ ദൈവം അടച്ചിരിക്കുക. അവർ ഒരു സൈഡില് ഏകദൈവത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സൈഡിൽ പറയുന്നത് നമ്മുടെ അവിടുത്തെ ആൾക്കാർക്കൊന്നും വലിയ അനുഗ്രഹമൊന്നും ഇല്ല, വലിയ വെളിപ്പാടൊന്നും ഇല്ല, അല്ലെങ്കിൽ വലിയ ഗിഫ്റ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് അവർക്ക് രോഗശാന്തി ഒന്നും ഇല്ല. അപ്പൊ ഇതിന്റെ പുറകെ പോകാൻ വേണ്ടിയാണോ നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്? രോഗശാന്തി വേണം, രോഗശാന്തി കിട്ടും. പക്ഷെ അതിനൊക്കെ എല്ലാം കർത്താവ് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശോധനയിൽ കൂടെ കടന്നു പോകാതെ ഒരുവനും കനാനിലേക്ക് പ്രവേശിക്കത്തില്ല, ഒരുവനും പ്രവേശിക്കത്തില്ല. എന്റെ തന്നെ പല ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ ഭാര്യ ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും അവരുടെ പല അനുഭവങ്ങളിൽ കൂടെ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് എൻ്റെ വൈഫിന് സ്പോണ്ടിലൈറ്റിസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അത് ചില ബോൺസിന്റെ മാത്രമാണെന്ന് വിചാരിച്ചു. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പെയാണ് MRI സ്കാൻ എടുത്തത്. MRI സ്കാൻ എടുത്തപ്പോൾ ഈ സ്പൈനൽ കോഡിനകത്ത് അതിനകത്ത് സിസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, അതിന് സെറിഞ്ചോ മൈലിയ എന്ന് പറയും. അപ്പോൾ അത് വെച്ച് നമ്മുടെ ആ ഒരു നാഡിയുടെ ഇടയ്ക്കൂടെ പോകുന്ന, നമ്മുടെ ബോൺസിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന നാഡിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെർവ്സിനെ അത് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലെ വേദന ഉണ്ടാകും. സാധാരണ രീതിയിൽ ഡിസ്ക് ബൾജായിട്ട് നമ്മൾ നെർവ് പ്രസ് ആയെന്ന കേൾക്കുന്നത്. പക്ഷെ ഇത് വേറൊരു രീതിയിൽ ഇത് അകത്തുനിന്നാണ് പ്രസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് പ്രാർത്ഥിക്കുകയാണ്, പലതരത്തിലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തിലാണ് ആശ്രയം. ദൈവം വിടുതൽ നൽകുമെന്നും ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ കൂടെ വെളിപ്പെടുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു കൃപയിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയം നമ്മുടെ പൂർത്തിയാകുന്നതും നമ്മളെ ദൈവം ആ ഒരു കൃപയിലേക്ക് കടത്തുന്നത്. ഈ ശോധനയിൽ കൂടെ കടന്നു പോകാതെ ഒരിക്കലും നമുക്ക് ആ ഒരു കൃപയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. എല്ലാവർക്കും ഒരു മെരിബ തീർച്ചയായിട്ടും എഴുതപ്പെട്ടു. കയ്പുള്ള വെള്ളം നമ്മൾ ഫേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. അതെപ്പോഴാണ് നമ്മൾ ഇപ്പം ഫേസ് ചെയ്യുന്നോ അതോ പിന്നെ ഫേസ് ചെയ്യുന്നോ, അതൊക്കെ എല്ലാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ സമയത്ത് ആ ശോധനകളുണ്ട്. അതിലൊക്കെ എല്ലാം നമുക്ക് കൈപിടിച്ച് നിൽക്കാൻ പറ്റും, അന്യോന്യം പ്രാർത്ഥിക്കാൻ പറ്റും, എല്ലാം ചെയ്യാമെങ്കിലും ഈ ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് നമ്മൾ നേരിടേണ്ടത് ആ പ്രാർത്ഥനയിൽ കൂടെയും ആ വലിയ കൃപയിൽ കൂടെ കടന്നു പോകേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തരും നമ്മൾ ഒരുക്കപ്പെടുവാൻ വേണ്ടി. അപ്പോൾ ദൈവം
എന്നേക്കും രാജാവായിരിക്കുന്നു. ദൈവം എന്നേക്കും ന്യായാധിപനായിട്ട് സിംഹാസനത്തിലിരിക്കുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മൾ കാണുന്നു വചനം ജഡമായി തീരുകയും ഈ ലോകത്തിൽ മനുഷ്യനായി കടന്നു വരികയും എന്തുകൊണ്ട് കടന്നു വന്നു, എന്തുകൊണ്ട് ആ റോളുകൾ എടുത്തു എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യമേ നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 15-16 വാക്യമാണെന്ന് തോന്നുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അപ്പോൾ അവിടെ 2 സന്തതിയെ പറ്റി പറയുന്നുണ്ട്. അതും 2 രാജ്യം, 2 സന്തതി. ഈ സന്തതികൾ ഉണ്ടാകുന്ന ആരിൽ കൂടെയാണ്? ആ ഒരു സ്ത്രീയിൽ കൂടെ തന്നെയാണ്. അവന്റെ മുമ്പിൽ നിൽക്കുന്ന, കർത്താവിന്റെ മുമ്പിൽ ആ സമയത്ത് നിൽക്കുന്ന സ്ത്രീയുടെ ആ മുമ്പിൽ നിൽക്കുന്ന സാത്താന്റെ സന്തതിയെ പറ്റിയാണ് പറയുന്നത്. ഈ സന്തതികളെല്ലാം വരുന്ന ആരിൽ കൂടെയാണ്? ഈ നിൽക്കുന്ന സ്ത്രീയിൽ കൂടെയാണ് ഇനി വരാൻ പോകുന്നത്. അവളുടെ ഗർഭത്തിൽ തന്നെയാണ് കൈനും ആബേലും ഉണ്ടായ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ കാണുന്നത്. ഒരേ ഗർഭത്തിൽ നിന്നും ജനിച്ച 2 മക്കൾ, ഒന്ന് ദൈവത്തിന് വേണ്ടിയുള്ള മകൻ, ഒന്ന് സാത്താന് വേണ്ടിയുള്ള മകൻ. അവർ തമ്മിലുള്ള അടി അവിടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കാണുന്നു. അബ്രഹാമിന് കൊടുത്ത 2 സന്തതി, ഒന്ന് ഇസ്മായിൽ, ഒന്ന് സാറയിൽ നിന്നും വന്ന്. അപ്പൊ അവിടെ അമ്മയുടെ വ്യത്യാസം നമ്മൾ കാണിക്കുന്നു. ഹെഗാറിന്റെ മലയും സാറായിയുടെ മലയും, അത് ഗലാത്യർ ലേഖനത്തിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ അത് പഠിച്ചു. അപ്പൊ സാറായിൽ കൂടെ വരുന്ന സന്തതികളും പിന്നെ ഹഗാറിൽ കൂടെ വരുന്ന സന്തതികളും, അവർ 2 പേരും സ്ത്രീകളാണ്. അവരിൽ കൂടെയാണ് സന്തതികൾ വരുന്നതും അവരുടെ മക്കളാണ് ഈ തമ്മിലുള്ള ശത്രുതയും. അപ്പോൾ 2 രാജ്യം, ഈ ലോകം മൊത്തം ഇത്രയും രാജ്യങ്ങളുണ്ടെങ്കിലും ആകെ 2 രാജ്യം മാത്രമേ ഉള്ളൂ അന്ത്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വായിക്കാവുന്നത്, ഈ ദൈവം രാജ്യം സൃഷ്ടിക്കുമ്പോൾ ദൈവം എന്നേക്കും രാജാവാണ്. പക്ഷേ ഈ രാജ്യത്തിൽ ഇവർ ഈ ലോകത്തിൽ ഇസ്രായേലായിട്ട് മോഡൽ ഒരു നേഷനായിട്ട് അവരെ കൊണ്ടുവന്നപ്പോൾ ദൈവം ആദ്യം സ്ഥാപിച്ചത് എന്തോ സിസ്റ്റമായിരുന്നു? ന്യായാധിപന്റെ സിസ്റ്റം, ഇപ്പൊ ജഡ്ജസിന്റെ സിസ്റ്റം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ കാണുന്നത് മോശയെ ദൈവം ന്യായാധിപനാക്കുകയും പിന്നെ മോശയോട് പറയുന്നത് ഇത്രയും 1000 ആൾക്കാരെ എടുത്തിട്ട് അവരുടെ മേലുള്ള ന്യായം നടത്തുന്ന, അവർക്കുള്ള പ്രമാണം ഏത് പ്രമാണമാ? മോശയിൽ കൂടെ ദൈവം നൽകിയ പ്രമാണമാ. അതിൽ കൂടെ ദൈവം ന്യായാധിപന്മാരെ അവരോട് സ്ഥാപിക്കുവാൻ പറയുകയും ആ ഒരു ന്യായാധിപന്റെ ഒരു സിസ്റ്റമിലാണ് ഇസ്രായേൽ രാജ്യമായിട്ട് ആദ്യം ഭരണം കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ രാജാവ് ഇല്ലാത്തത്? യഹോവയാണ് രാജാവ്. അപ്പൊ പിന്നെ വേറെ ഒരു മനുഷ്യനായ രാജാവിന്റെ ആവശ്യം അവിടെ ഇല്ല. ആ ആവശ്യം എപ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്? നമ്മൾ കാണുന്നു ശമൂവേലിന്റെ 1 ശമൂവേൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, അവളുടെ 1-ാമത്തെ അധ്യായം വായിക്കുന്നത്. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിനെ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവും എന്നും പേർ. അവർ ബേശബയിൽ ന്യായപാലനം ചെയ്തുകൊണ്ട് അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം ഉറച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു തിരിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവര് എന്താ ചെയ്തത്?
യഹോവയെ ത്യജിച്ച്. അവർക്കറിയാം യഹോവയാണ് ഞങ്ങളുടെ രാജാവെന്നും പക്ഷേ യഹോവയാണ് ഞങ്ങളെ മരുഭൂമിയിൽ നടത്തിയതെന്നും ഉള്ള ഒരുവിധം ഏകദേശം ബോധമുണ്ട്. പക്ഷെ ആ സമയത്ത് അവർ എന്ത് ചെയ്യുന്നത്? ശമൂവേലിനെ നോക്കുന്നു, ശമൂവേലിന്റെ 2 പുത്രന്മാരെ നോക്കുന്നു. അപ്പൊ എൻ്റെ കുടുംബത്തെ നോക്കി എന്നെ ജഡ്ജ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു ഫെയിലിയർ തന്നെ. ശരിയല്ലേ? എനിക്ക് എൻ്റെ കുടുംബത്തെ ഇതുവരെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ശമൂവേലിനെ നോക്കി ആ ജനം ചിലപ്പോൾ അത് തന്നെ ചിന്തിച്ചു കാണും, അവന്റെ മക്കളെ നന്നാക്കാൻ പറ്റില്ല, പിന്നെ അവൻ എങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്കും ഇനി വേണ്ട, ഇനി ദൈവമൊന്നും വേണ്ട, നമുക്ക് വേറൊരു രീതി. അപ്പൊ എന്നെ കണ്ടോണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കാ പ്രശ്നം? എന്നെ കണ്ടോണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തേണ്ടത്. പൗലോസ് മാതിരിയുള്ള ആൾക്കാരെ പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ അനുകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെയും അനുകരിപ്പീൻ. അത് കർത്താവിനെയാണ് ശരിക്കും അവിടെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്, പൗലോസിനെ അല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പറയുന്നത് ഞാൻ കർത്താവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ കർത്താവിനെ എങ്ങനെ അനുകരിക്കുന്നു അതുപോലെയാണ് നിങ്ങളും അനുകരിക്കേണ്ടത്, അല്ലാതെ എന്നെ നോക്കുക എന്നല്ല പറയുന്നത് അവിടെ. അപ്പോൾ നമ്മളുടെ സഹവിശ്വാസികളെ നോക്കിയല്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തേണ്ടത്. നമ്മുടെ പാസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നോക്കിയല്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നത്. ആ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മൾ സഹയാത്രികളായിട്ട് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ നോക്കേണ്ടവൻ ഒരുവൻ മാത്രമാണ്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരുവൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വരികയും ആ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കുകയും ചെയ്തത് ഒരുവൻ മാത്രമാണ്. അപ്പോൾ അവനെ മാത്രമേ നമുക്ക് നോക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ട് അവൻ മനുഷ്യനായി കടന്നു വന്നു എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നു നമ്മൾ വീഴ്ച വന്നു. ആ ഏദൻ തോട്ടത്തിൽ തന്നെ വീഴ്ച വന്നു. ആദാമിനോട് പറയുന്നുണ്ട്, നീ സകല ലോകത്തെ ചെന്ന് ഫിൽ ചെയ്യുകയും നീ സകല ലോകത്തിന്റെ ഭരണവും നിന്റെ കയ്യിലിരിക്കും, നീ സകല ജാതികൾ എല്ലാ പറവകളുടെ മേളിലും എല്ലാ ഈ ലോകത്തിലെ ശക്തികളുടെ മേളിലും നിനക്ക് അധികാരങ്ങളുണ്ട്. അപ്പൊ ആ അധികാരങ്ങൾ അവൻ കളഞ്ഞു. ആ അധികാരം കളഞ്ഞപ്പോൾ അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി കരുതിയ ആദ്യജാതൻ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന അത് ആദ്യത്തെ പ്ലാനാണ് ദൈവത്തിന്റെ. ആദാമിനെ ഉണ്ടാക്കുമ്പോൾ ഈ സർവശക്തനായ ദൈവം ആ ദൈവത്തിന് അറിയാം ആദാം വീഴുമെന്ന് ദൈവത്തിന് ഓൾറെഡി അറിയാം. ആ ദൈവം ഓൾറെഡി പറയുന്നു, ഈ സ്ഥാനങ്ങളൊക്കെ ഞാൻ കാണുന്നുവെങ്കിലും ഈ സ്ഥാനങ്ങളൊന്നും വഹിക്കുവാൻ മനുഷ്യൻ യോഗ്യനല്ല. അപ്പോൾ ശാശ്വതമായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കടന്നു വരും എന്ന് നമുക്ക് ഉൽപ്പത്തി മുതൽ കാണുന്ന പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ മൊത്തം കാണുന്നു. എന്തുകൊണ്ട്? ഒരുവൻ കടന്നു വരുമെന്നും അവന്റെ തോളിൽ അധികാരമിരിക്കുമെന്നും അവൻ തന്നെ ശാശ്വത രാജാവും അവൻ തന്നെ അത്ഭുത മന്ത്രി എന്നും അവൻ തന്നെ സമാധാനത്തിന്റെ രാജകുമാരൻ എന്നും എല്ലാം വിളിക്കപ്പെടുമെന്നും മുൻകൂട്ടി അറിയാവുന്ന ദൈവം ആ ഒരു മനുഷ്യനെ ഈ പദവിക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും. അതിനെ വേറൊരു രൂപം കൊടുത്ത് വേറൊരു രീതിയിൽ നമ്മൾ അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വീഴ്ച മാത്രമേ വരികയുള്ളൂ. ഹോശേയയുടെ അപ്പോൾ അവിടെ ശമൂവേലിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണേണ്ട കാര്യം ഒന്ന്, അവർ യഹോവയെ റിജക്റ്റ് ചെയ്തു. അവർ ഒരു മനുഷ്യനായ രാജാവിനെ അവർ ചോദിച്ചു. നമുക്ക് തോന്നുന്നുണ്ടോ ഇവര് ചോദിച്ചത് വേറെ ഒരു രീതിയിലാണെന്ന് ചോദിച്ചത്? നോ. അപ്പൊ ദൈവത്തിനറിയാം ഒരു ദിവസം ഈ ജനം എന്നെ റിജക്റ്റ് ചെയ്യുമെന്നും ഒരു ദിവസം എനിക്ക് മനുഷ്യൻ എന്ന ഒരുവനെ ഈ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആവശ്യം എനിക്കുണ്ട് എന്ന് ദൈവത്തിനറിയാം. ഒരു മനുഷ്യൻ ആ സിംഹാസനത്തിൽ ചെന്ന് ഇരിക്കണമെന്നും ദൈവത്തിന് മുമ്പേ അറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രൻ എന്ന രീതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവം മനുഷ്യപുത്രനാണോ? അല്ല.
ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് സംഖ്യാപുസ്തകം 23:19 നമ്മൾ കാണുന്നു. ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല. പക്ഷെ ദൈവത്തിന് ഒരു മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കുമോ? സർവശക്തനായ ദൈവമാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ദൈവത്തിന് ഈ ലോകത്തിനോട് ഇടപെടുവാൻ സാധിക്കും. ഈ ലോകത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ മനുഷ്യപുത്രനാണ്. എന്താ ദൈവം മനുഷ്യപുത്രനാണോ? അല്ല. അപ്പോൾ ദൈവം തന്റെ പ്രത്യക്ഷതയെ കാണിക്കുമ്പോൾ മനുഷ്യനെ പോലെ കാണിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യനെ തന്റെ സ്വരൂപത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് വേണ്ടിയാണ് ഈ ദൈവരാജ്യം എന്ന കോൺസെപ്റ്റ് പോലും ദൈവം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഈ ലോകത്തിൽ പലതരത്തിലെ ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യനെയാണ് ദൈവം ആ ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഒരു രാജ്യം ഈ ലോകത്തിൽ ഉണ്ടായപ്പോൾ ആരെയാണ് റിജക്റ്റ് ചെയ്തത്? രാജാവായിട്ട് കർത്താവായ ദൈവത്തെ തന്നെയാണ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലും, നമ്മുടെ തീരുമാനങ്ങളിലും, നമ്മൾ പല കാര്യത്തിലും അത് ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ല, ദൈവം സഹായിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഒരു ദൈവ പൈതലിന്റെ സംസാരങ്ങൾ ഉണ്ടാവട്ടെ. ഒരു ദൈവത്തിന്റെ പൈതൽ ജീവിക്കുന്ന ഒരു വീട്ടിലുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുന്നതൊക്കെ അങ്ങനെയായിരിക്കാം. അല്ലാതെ ഞാൻ ഭർത്താവാണ് അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഞാൻ അമ്മയാണ് അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഞാൻ അപ്പനാണ് അതുകൊണ്ട് തീരുമാനിക്കാം. അങ്ങനെ ഒന്നും നമുക്ക് നമ്മുടെ മക്കളോടും ഇന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന്. അതാണ്, പക്ഷേ ഞാൻ പറയുന്നത് അതാണ് ശാശ്വതമായ ഒരു കാര്യം. ഒരിക്കലും ഒരു മനുഷ്യന് ഒരു തീരുമാനങ്ങൾ എടുക്കുവാനുള്ള യോഗ്യത അവനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെ അറിയത്തില്ല. അതുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു മനുഷ്യൻ ആയ രാജാവ്, ആ മനുഷ്യനായ രാജാവ് മനുഷ്യനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുകയും ആ മനുഷ്യനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ആ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വരികയും ആ മനുഷ്യനെ ദൈവം ആ സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യുന്നത് അത് വേറൊരു വ്യക്തിയല്ല, അത് യഹോവയായ ദൈവം തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവ തന്നെ എന്നേക്കും രാജാവാണ്. ഹോശേയ 13 അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫ്രൈം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. ഇപ്പോഴോ അവൻ അധികം പാപം ചെയ്യുന്നു. അവർ വെള്ളി കൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചതുപോലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി. ഇവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. അവയോട് അവർ സംസാരിക്കുന്നു. ബലിയഴിക്കുന്ന മനുഷ്യർ കാളക്കിടാങ്ങളെ ചുംബിക്കുന്നു. അതുകൊണ്ട് അവർ പ്രഭാതമേഘം പോലെയും കാലത്തെ ഒഴിഞ്ഞു പോകുന്ന മഞ്ഞു പോലെയും കളത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതർ പോലെയും പുകപ്പുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കുന്നു. ഞാനോ മിസ്രൈം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ. ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. അവർക്ക് മേച്ചിൽ ഉള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു. അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെ ഇരിക്കും. വഴിയരികെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്ക് പതിയിരിക്കും. കുട്ടികൾ പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരേറ്റ് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും. അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും. കാട്ടുമൃഗം അവരെ കടിച്ചു കീറും. ഇസ്രായേലെ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു. നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ? എനിക്ക് അത്രയും മതി. അപ്പോൾ ഒന്ന്, ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല. അവരെ മരുഭൂമിയിൽ നടത്തിയ ആ ദൈവത്തെ അവർ രാജാവായിട്ട് എന്നും കണ്ടുവെങ്കിൽ അവർ അവിടെ ശാശ്വതമായിട്ട് ആ രാജ്യത്തിൽ ജീവിച്ചേനെ. പക്ഷേ അവർ എന്ത് ചെയ്തേ? അവർക്ക് ഒരു രാജാവിനെ വേണമായിരുന്നു. അപ്പോൾ ആ രാജാവിനെ അവർ തെരഞ്ഞെടുത്തു. ദൈവം പറയുന്നു, നീ എന്നെ രാജാവായിട്ട്
നീ എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഞാൻ സിംഹത്തെ പോലെയാണ് നിന്നെ നേരിടാൻ പോകുന്നത്. നിന്നെ കടിച്ചു കീറുന്ന സിംഹത്തെ പോലെയാണ് ഞാൻ നേരിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നു ശൗല്, അതല്ലയോ മനുഷ്യൻ ആദ്യം തെരഞ്ഞെടുത്ത രാജാവ്. എങ്ങനെയാണ് ശൗല് തെരഞ്ഞെടുക്കപ്പെട്ട? 1 ശമൂവേൽ അതിന്റെ 9-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബെഖോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു വൃത്തിനെ കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. പിന്നെ 9 മുതൽ 23 3 കഴിഞ്ഞല്ലോ അല്ലേ? 9 മുതൽ 9 അതിന്റെ 21-ാമത്തെ വാക്യം കൂടെ വായിച്ചത്. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അതിനകത്ത് ഏതാ? മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് ഏതാ? ശൗല് ഒരു വ്യക്തിയാണ് തെരഞ്ഞെടുക്കുന്നത്, ഒരൊറ്റ വ്യക്തിയാണ് തെരഞ്ഞെടുക്കുന്നത്. 2 വാക്യം നമ്മൾ വായിച്ചു. ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, മനുഷ്യന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. മനുഷ്യൻ കാണുന്നത് എന്തുവാ? എല്ലാവരുടെ തോളിനെക്കാട്ടിലും അവന്റെ തോള് പൊങ്ങിയിരിക്കുക. അവൻ നല്ല ബിൽട്ടുള്ള മനുഷ്യനാണ്. അവന് ചിലപ്പോൾ ഒരു ഗോലിയാത്ത്, ഒരു ചെറിയ ഗോലിയാത്ത് വല്ല ആയിരിക്കും, ശരിയല്ലേ? അവനെ കാണുമ്പോൾ ഇവൻ നല്ല ശക്തിയുള്ളവനാ, ഇവൻ നമ്മളെ ഭരിക്കാൻ യോഗ്യനാണ് ഉള്ളവൻ. അതുപോലെയാ നമ്മൾ നോക്കുന്ന ഇന്ന് എന്തുവാ? ഇന്ന് ഇന്ത്യക്കാർ നോക്കുന്ന എന്തുവാ? മോദി നല്ല ശക്തിയോടെയാ ഭരിക്കുന്നത്. അവൻ ഭരിച്ചാൽ മതി. അവൻ ഭരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് 1 ശമൂവേൽ 8-നകത്തുണ്ട്. പിന്നെ നിങ്ങൾ പോയി വായിച്ചാൽ മതി. അവൻ യുദ്ധത്തിൽ ഉപയോഗിക്കും. നിന്റെ പുത്രിമാരെ എല്ലാം ദാസിമാരായിട്ട് എടുക്കും. എല്ലാ തരത്തിലും നിന്നെ അടിമകളായിട്ട് ഉപയോഗിക്കും. പക്ഷെ അടിമത്വത്തിലാണ് മനുഷ്യൻ എപ്പോഴും പോവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മേലിൽ ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം ഇന്ന് പാസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിച്ചു, ഇന്നടുത്ത് പോയാൽ മാത്രമേ എനിക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ അതൊരു വിഗ്രഹമായി. അല്ല, ദൈവം എന്നെ എവിടെങ്കിലും നയിക്കും, അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് മരുന്ന് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കും. പക്ഷെ ദൈവമാണ് നടത്തിക്കുന്നതും ദൈവം തന്നെയാണ് ഏതെങ്കിലും മനുഷ്യനെ ഉപയോഗിച്ച് എനിക്ക് സൗഖ്യം വരുത്തുകയും ചെയ്യുന്നതെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിൽ എന്താ? ഇന്നടുത്ത് പോയാൽ മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ, ഇന്നടുത്ത് പോയാൽ മാത്രമേ നമുക്ക് അന്യഭാഷ കിട്ടത്തുള്ളൂ, ഇന്നടുത്ത് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ദൈവം ഒരു ആത്മാവിൽ കൂടെ നമുക്ക് എന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ സംഭവിക്കില്ലേ? അപ്പൊ ദൈവത്തിലാണോ നമ്മുടെ ആശ്രയം, അതോ മനുഷ്യനിലാണോ നമ്മുടെ ആശ്രയം? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തുവായിരുന്നു? ബെന്യാമിൻ ഗോത്രം, ഏറ്റവും ചെറുതായ ഗോത്രത്തിൽ നിന്നും ഒരുവനെ ഞാൻ ഒരു രാജാവായിട്ട് എടുക്കും എന്ന് ദൈവം തീരുമാനിച്ചു ഒരു സമയത്ത്. അപ്പോൾ ഏറ്റവും ചെറിയവനിൽ നിന്നും ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും കുറവുള്ളവനായിരിക്കും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഇച്ചിരി എന്നെ പോലെ വിക്കനായി സംസാരിക്കുന്നവനോ അല്ലെങ്കിൽ ഇച്ചിരി മലയാളം അറിയാത്തവനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കുറവുള്ളവനായിരിക്കും. എപ്പോഴും അവനിൽ അഹങ്കരിക്കുന്നവനായിരിക്കില്ല. പക്ഷേ ദൈവജനം ആ 40 വർഷം അത്ഭുതകരമായിട്ട് ആ മരുഭൂമിയിൽ നടന്ന ദൈവജനം ചെയ്തത് എന്താണ്? ദൈവത്തെ ത്യജിച്ചു. നമ്മളെക്കാട്ടിലൊക്കെ എത്ര അത്ഭുതങ്ങൾ കൂടുതൽ കണ്ടവരാണ്. ഡെയിലി മഴയാ വരുന്ന മഴ, അതിൽ നിന്നാണ് അവരുടെ ഫുഡ് വരുന്നത്. ഇതിൽ വലിയ അത്ഭുതം വല്ലതും കാണാനുണ്ടോ? നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ വല്ലതും ജീവിതത്തിൽ? മേളിൽ നിന്ന് പക്ഷികള്, കോയൽ വന്ന് വീഴുന്നു, എന്തായാലും പറയുന്നത് കോയലിനുള്ള കാട വന്നു, കാടയും പിന്നെ ഈ ഡെയിലി മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു അവർക്ക് ശനിയാഴ്ച അവർക്ക് സബത്ത് ഉള്ളതുകൊണ്ട് അവർക്ക് ഡബിൾ മഴയാണ് വെള്ളിയാഴ്ച.
അന്ന് അവർ മൊത്തം കളക്ട് ചെയ്ത് വെച്ചാൽ അടുത്ത ദിവസം അവർക്ക് വെക്കാം. അത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടായിപ്പോവും. അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ ഇത്രയും അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടു വന്ന ജനമാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് യഹോവ രാജാവ് പോരാ. ശമൂവേലിന്റെ മക്കൾ കൊള്ളാത്തോണ്ട് ഇനി നമുക്ക് ന്യായാധിപന്മാർ വേണ്ട, ഇനി നമ്മൾ രാജാവ് വെച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെയും ദൈവത്തിനെയും നമ്മൾ എങ്ങനെ മാനിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ? ദൈവം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം രാജാവാണോ? എൻ്റെ കുടുംബത്തിൽ ദൈവം രാജാവാണോ? എൻ്റെ മക്കളെ ഞാൻ വചനത്തിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി അനുവദിക്കാറുണ്ട്. അവരെന്നെ ചാലഞ്ച് ചെയ്യട്ടെ. ഞാനും പക്ഷേ ആ ഒരു ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ആത്മാവിന്റെ ഫലത്താൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ദിവസം അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർ വരും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വരും എന്ന് ഉള്ള കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് ഒരിക്കലും അവരുടെ ആ ഒരു ഫേത്ത് അനുസരിച്ച് എനിക്കൊരിക്കലും എന്നെ ക്രമീകരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എനിക്ക് എന്നെ തന്നെ ക്രമീകരിക്കാൻ സാധിക്കും. എനിക്ക് ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കും. അപ്പൊ ആ സമാധാനം അവർ കണ്ടാൽ മാത്രമേ നാളെ അവർ ഏതെങ്കിലും രീതിയിൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ചിലപ്പം സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നു ഏറ്റവും ചെറിയവനായ ട്രൈബിൽ നിന്നും. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിച്ച 2 പുത്രന്മാരുണ്ട്. എഫ്രൈമും മനാസയും പറ്റി പറയുന്നുണ്ട്. എഫ്രൈം മനാസയും 12 ഗോത്രങ്ങളിലുള്ളവരാണോ? അല്ല, അവർ യോസെഫിന്റെ പുത്രന്മാരാണ്. അവിടെയും നമ്മൾ കാണുന്നു മനാസയും എഫ്രൈമും. അതിനകത്ത് എഫ്രൈമിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ എഫ്രൈം എന്താ ചെയ്തത്? തിരഞ്ഞെടുക്കപ്പെട്ടവൻ പോലും വിഗ്രഹത്തെ ആരാധിച്ചു, ബാലിനെ ആരാധിച്ചു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പോൾ എഫ്രൈമും എഫ്രൈമിന്റെ പുത്രന്മാരും വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയി. എഫ്രൈം തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. പിന്നെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ശൗലിനെ മാറ്റി ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു. ദാവീദ് ഏത് ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്? യൂദ ഗ്രഹത്തിൽ നിന്ന്. അപ്പൊ യൂദയെ പറ്റി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 49 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. യൂദയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. യഹൂദയെ, സമുദ്രന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹി പോലെയും കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു. സെബുലൂൻ സമുദ്ര തീരത്ത് യഹൂദനെ പറ്റി അവിടെ പറഞ്ഞ എന്തോ പറഞ്ഞ? യഹൂദ ആരാ? സിംഹം, ബാലസിംഹം, സിംഹം പറ്റിയ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ജനസിസിൽ വായിക്കുന്നത് നമ്മൾ ഏകദേശം കർത്താവ് വരുന്നതിന് 3000 വർഷം, ഈ 3000 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഇത് നമ്മളിവിടെ വായിക്കുന്നു. 48 വായിക്കുന്നു. കർത്താവ് ഈ ലോകത്തിൽ വരുന്നതിന് 3000 വർഷം മുമ്പേത്തെ കാര്യമാണ് പറയുന്നത്. വരുന്നത് എങ്ങനെയാ? ഇവിടെ ഈ ലോകത്തിൽ വരുന്നത് എങ്ങനെയാ? കുഞ്ഞാടായിട്ടാ വരുന്നത്. പക്ഷേ ഈ യൂദയിൽ നിന്നും ഉണ്ടാകുന്നവൻ ആരാകുന്നു? യൂദയെ മറ്റുള്ള സഹോദരങ്ങൾ നമസ്കരിക്കും. അപ്പൊ യൂദ ഏറ്റവും വലിയവനോ അല്ല, അല്ലെങ്കിൽ ദൈവമാണ്, ദൈവത്തിന്റെ ജനമാണ്. അപ്പൊ ദൈവത്തിന്റെ ജനം ആരെയാണ് നമസ്കരിക്കേണ്ടത്? ദൈവത്തെ മാത്രമാണ് നമസ്കരിക്കേണ്ടത്. പിന്നെ യൂദയെ നമസ്കരിക്കുക എന്ന് പറയുന്നതിൽ കാര്യം എന്തുവാ? അപ്പോൾ യൂദയിൽ കൂടെ വരുവാൻ പോകുന്ന ഒരു പുത്രൻ ഉണ്ടാകും. ആ യൂദയിൽ കൂടെ വരുന്ന ഒരു പുത്രൻ, നമ്മള് കുഞ്ഞാടെന്ന് പറയുന്നവൻ കുഞ്ഞാടല്ല, അവൻ സിംഹമാണ്. ദൈവം
ഏറ്റവും വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, അവനെ അല്ലാതെ വേറെ ആരും നമസ്കരിക്കരുതെന്നും നമ്മൾ ഹോശേയയിലല്ലേ വായിച്ചത്? ഹോശേയയിൽ നമ്മൾ വായിച്ചു, ദൈവമല്ലാതെ വേറെ ആരെയെങ്കിലും അവർ നമസ്കരിക്കുന്നു എങ്കിൽ അവൻ സിംഹത്തെ പോലെ കടന്നു വരുമെന്നും അവൻ സിംഹത്തെ പോലെ കടിച്ചു കീറുന്നവനും ആകും എന്ന് പറയുമ്പോൾ ഈ യൂദായിൽ നിന്നും വരുന്നവനെ പറ്റിയാണ് പറയുന്നത്. സിംഹമാണ് അവിടുന്ന് വരുന്നത്. അവൻ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞാടിനെ പോലെയും ഇരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ രക്ഷാ പദ്ധതിയെ ഈ ലോകത്തിൽ ഒരുക്കുവാനും അവൻ ശാശ്വതമായി എന്നേക്കും രാജാവായി ഇരിക്കെ തന്നെ ഈ ലോകത്തിൽ ചില സമയത്തേക്ക് മനുഷ്യനായി അവൻ മഹത്വപ്പെട്ട രാജാവിന്റെ നാമത്തിലാണ്. എന്താ ബ്ലെസ്ഡ് ഈസ് ദ കിങ് ഹു കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് അവിടെ പറഞ്ഞത്? യെരുശലേമിൽ കർത്താവിനെ കണ്ടപ്പോൾ അവിടെ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, യഹോവയുടെ നാമം എടുത്ത് ഒരുവൻ ഈ ലോകത്തിൽ കടന്നു വരികയും അവൻ യഹൂദ ഗൃഹത്തിൽ നിന്നുമാകുകയും അവൻ ദാവീദ് എന്ന് വിളിക്കപ്പെടുകയും ദാവീദ് പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും അവൻ ആ സിംഹം എന്ന് വിളിക്കപ്പെടുകയും യൂദ എന്ന സിംഹം എന്ന് വിളിക്കപ്പെടുകയും അവൻ ന്യായാധിപനായി തീരുകയും അവൻ രാജ്യത്വമുള്ളവനായി തീരുകയും മനുഷ്യരിൽ നിന്നും മനുഷ്യൻ ചോദിച്ചതുപോലെ മനുഷ്യനായ ഒരു രാജാവായി നൽകപ്പെടുകയും ശാശ്വതമായി ആ മനുഷ്യൻ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരുന്ന് എന്നേക്കും രാജാവായിരുന്നവൻ പിന്നെയും രാജാവായി തുടരുന്നതാണ് ഈ രാജ്യത്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരാള് വേറെ ഒരാൾക്ക് കൊടുത്തതല്ല, അല്ലെങ്കിൽ ഒരാളുടെ രാജ്യം തീർന്നതല്ല. യഹോവ എന്നേക്കും രാജാവാണ്, തന്റെ ജനത്തിന് എന്നും രാജാവാണ്. അവൻ ഒരിക്കലും രാജാവെന്ന സ്ഥാനം മാറിയിട്ടില്ല. ആ രാജാവെന്ന സ്ഥാനം അല്ല, അവൻ മനുഷ്യൻ എന്ന പദവി, പുത്രൻ എന്ന പദവി എടുത്തിട്ടാണ് ഈ ലോകത്തിൽ കടന്നു വന്നത്. എന്നേക്കും രാജാവായി ഇരിക്കുവാനും മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ മനുഷ്യനായ ഒരുവൻ ആ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് മനുഷ്യൻ തന്നെ ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ വായിൽ കൂടെ തന്നെ പറയിപ്പിച്ചു. അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, ദൈവം തിരഞ്ഞെടുക്കുന്നവനെ ദൈവം രാജാവാക്കി. ആ രാജാവ് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ തന്നെയാണ് എന്നേക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. അവന്റെ ഫോം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സമയത്തേക്ക് ആ മനുഷ്യ പദവി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അവൻ എന്നേക്കും രാജാവാണ്. അവൻ എന്നേക്കും ന്യായാധിപതിയാണ്. അതുകൊണ്ടാണ് അവൻ റെവലേഷൻസില് രാജാതിരാജാവ് എന്ന് വിളിക്കപ്പെടുന്നു. അവന്റെ മേലൊരു രാജാവില്ല, എന്നും അവൻ രാജാവായിരുന്നു. അവൻ ഈ ലോകത്തെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവാണ്, എന്നേക്കും രാജാവാണ്. അവൻ തിരിച്ചു വരുന്നത് ന്യായം ചെയ്യുവാനാണ്. അതുകൊണ്ട് അവൻ അന്ന് മാത്രം ന്യായാധിപതിയാണോ? അല്ല, അവൻ എന്നേക്കും ന്യായാധിപതിയായിരുന്നു. ന്യായം ചെയ്യുമ്പോൾ അവൻ ആ ന്യായത്തിന്റെ പദവിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ പോലെ അവൻ കഷ്ടം അനുഭവിച്ചവനാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല ഞാൻ കഷ്ടം അനുഭവിച്ചപ്പോഴാണ് ഞാൻ വീട് പോയത്. അല്ല, നമുക്ക് കഷ്ടം അനുഭവിച്ച് ഏറ്റവും ശാശ്വതമായ ഒരു ജീവിതം നയിച്ച് ന്യായാധിപതിയാണ് ആ ചെയറിലിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. പല ന്യായാധിപന്മാരും നമ്മൾ ഈ ലോകത്തിൽ കാണുന്നു. അവർ വീണവരാണ്, അവർ അവരുടെ ജീവിതത്തിൽ കുറവുള്ളവരാണ്. പക്ഷെ അവർ നമ്മുടെ മേളിലെ ന്യായം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ടല്ലോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവൻ ശാശ്വതമായ രാജാവും ശാശ്വതമായ ന്യായാധിപതിയുമാണ്. ആ ന്യായാധിപതിയും ആ രാജാവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കൃപയുടെ ആ ആസനത്തിലേക്ക് നമുക്ക് ചേർന്ന് പോകാം. അവൻ നമ്മളെ ആത്മാവാൽ വീണ്ടെടുത്തത് കൊണ്ട് നമ്മുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാത്തതില്ല. നമുക്ക് അവൻ്റെ അടുക്കൽ പോകാം. അവൻ എപ്പോഴും നമ്മൾക്ക് കൃപ ചെയ്യുന്നവനാണ്, നമ്മൾ കരുണ തോന്നുന്നവനാണ്. അവന് കഷ്ടത എന്തുവാണെന്ന് അറിയാവുന്നവനാണ്. അപ്പോൾ
ആ രാജാവിനെ എപ്പോഴും രാജാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനും നമ്മുടെ ജീവിതത്തിൽ രാജാവായിട്ട് വാഴുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആദ്യത്തെ സഭയ്ക്ക് പറ്റിയത് നമ്മൾ അത് കണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ദൈവം അതിൽ കൂടെ നമുക്ക് പാഠങ്ങൾ തരികയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.